നമസ്കാരം. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന മഹാക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ എത്രയാണ് അതിന്റെ വരുമാനം എന്നുള്ളതിന് വ്യക്തമായ കണക്കുണ്ടാകാം. പക്ഷേ ഈ ക്ഷേത്രത്തിൽ വേണ്ടത്ര സൗകര്യങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. അതായത് അവരുടെ ഓഡിറ്റോറിയങ്ങളിൽ, മേൽപ്പത്തൂർ ഓഡിറ്റോറിയം അടക്കം അവിടെ ഈ നൃത്തം ചെയ്യുന്ന വേദിയിൽ അതിന്റെ മാറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ കീറി ടേപ്പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ്. എത്രയോ 5000-ഓ 6000-ഓ ഒക്കെ കൊടുത്താണ് 1 മണിക്കൂർ നേരത്തേക്ക് അവിടെ കലാകാരന്മാരും കലാകാരികളും പരിപാടി നടത്താൻ എത്തുന്നത്. അപ്പം 500 രൂപയുടെ ഒരു മാറ്റ് പോലും മാറ്റി വാങ്ങാൻ എന്തുകൊണ്ട് ദേവസ്വത്തിന് കഴിയുന്നില്ല? മാത്രമല്ല, നൃത്തം ചെയ്യുന്നവർ വീഴാനുള്ള സാധ്യതയുണ്ട്, അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാനെ കാണാനായി ക്യൂ നിന്ന് അങ്ങ് വരെ എത്തുമ്പോൾ അവിടെ സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും ദേവസ്വം ബോർഡ് സ്റ്റാഫുകളായിട്ടുണ്ട്. ഈ സെക്യൂരിറ്റി സ്റ്റാഫാണെന്ന് തോന്നുന്നു. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരി, ഒരു ചേച്ചി, അവർക്കുണ്ടായ ഒരു അനുഭവം FB-യിൽ എഴുതിയത് കണ്ടു. അതായത് അവിടെ ചെല്ലുമ്പോൾ ഗ്ലൗസ് ഇട്ട സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെ തൊഴാൻ വരുന്ന ആളുകളെ പിടിച്ച് തള്ളി മാറ്റുകയാണ്. ഈ ഭഗവാന്റെ മുന്നിൽ തൊഴാനായി ചെല്ലുമ്പോൾ ക്യൂ ഉണ്ടാകാം, തിരക്കുണ്ടാകാം. പക്ഷേ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ശരീരത്തെ പിടിച്ച് തള്ളി മാറ്റുന്നത്, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നമുക്ക് തൊടണമെങ്കിൽ, അത് ആണിന്റേതായാലും പെണ്ണിന്റേതായാലും, അയാളുടെ ശരീരത്തിൽ സ്പർശിക്കണമെങ്കിൽ അയാളുടെ അനുവാദം വേണം എന്നത്. സൗഹാർദ്ദപരമായിട്ട് സ്പർശിക്കണമെങ്കിൽ അല്ല, ഒരു അപരിചിതന്റെ ശരീരത്തിൽ സ്പർശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സുകൊണ്ടുള്ള അനുവാദമെങ്കിലും വാങ്ങണം എന്നത് നിയമവ്യവസ്ഥയാണ്. നിയമവ്യവസ്ഥ മാറി നിൽക്കട്ടെ. പക്ഷേ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ കയറി പിടിക്കുകയും പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്യുന്ന ഈ രീതി പ്രാകൃതമല്ലേ? ഏതാനും നാൾ മുമ്പ് ശബരിമലയിൽ ഇതുപോലെ ഒരു ദേവസ്വം ബോർഡ് സ്റ്റാഫ്, അയാളുടെ പേര് അരുൺ എന്നോ മറ്റെയാണ്, തൊഴാൻ വരുന്ന സ്വാമിമാരെ കഴുത്തിൽ പിടിച്ചൊക്കെ തള്ളുന്നത് കണ്ടത് വലിയ വാർത്തയായി, വലിയ പ്രതിസന്ധിയായി, വലിയ പ്രശ്നമായി. അയ്യപ്പ ഭക്തർ ഇടപെട്ടു. അതുപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ ഭക്തർ ഇടപെടണം. ഈ പിടിച്ചു തള്ളുമ്പോൾ ചിലപ്പോൾ നടക്കാൻ പ്രയാസമുള്ള ഒരാളായിരിക്കാം, ചിലപ്പോൾ ഇത്തിരി കൂടെ പ്രായമുള്ള ആളായിരിക്കാം, ചിലപ്പോൾ കാലിനെന്തെങ്കിലും അസുഖമുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് രോഗാവസ്ഥയുള്ള ആളായിരിക്കാം. അവരെയൊക്കെ പിടിച്ചു തള്ളുകയാണെങ്കിൽ അവർ മറിഞ്ഞു വീഴുകയോ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുകയോ ആ തിരുനടയിൽ വെച്ച് എന്തെങ്കിലും അപകടം പറ്റുകയോ രക്തം പൊടിയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രത്തോളം വലുതാണ്. മാത്രമല്ല, ഒരാളെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിടിച്ചു തള്ളുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല. അതിനിപ്പോൾ ഏത് ക്ഷേത്രത്തിലായാലും ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിനുവേണ്ടി മാറാൻ ആവശ്യപ്പെടാം, ആവർത്തിച്ച് ആവശ്യപ്പെടാം, വളരെ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം ആവശ്യപ്പെടാം. അവർ തീർച്ചയായിട്ടും മാറിക്കൊള്ളും. കാരണം അമ്പലത്തിനകത്ത് തൊഴാൻ വരുന്നത് തീർച്ചയായിട്ടും സാത്വികരായ മനസ്സുള്ളവരും അതുപോലെ തന്നെ വളരെ മര്യാദക്കാരുമായ ആളുകളാണ്. അല്ലാതെ ഗുണ്ടകളും റൗഡികളും വടിവാളുമായിട്ടൊന്നും ക്ഷേത്രത്തിനകത്ത് തൊഴാൻ വരില്ല. അപ്പം അത്രയും സാത്വിക മനസ്സുള്ള ആളുകൾ ക്ഷേത്രത്തിനുള്ളിൽ തൊഴാൻ വരുമ്പോൾ, ഭഗവാനെ കാണാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഭഗവതിയെ കാണാൻ വരുമ്പോൾ അവിടെ അവരെ ശരീരത്ത് പിടിച്ച് ഗ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ട് അവരെ പിടിച്ച് തള്ളുകയും മുന്തുകയും ഒക്കെ ചെയ്യുന്നത്, ഇതിനു മുൻപ് പേപ്പർ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു ആൾക്കാരെ തള്ളിക്കൊണ്ടിരുന്നത് എന്ന് ആ ഒരു ചേച്ചി എഴുതിയിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ പ്രാകൃതമായ രീതിയിൽ ഭക്തജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങൾ എത്തുമ്പോൾ അവിടുത്തെ ക്ഷേത്ര ഭരണസമിതി അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരും ക്ഷേത്ര പൂജാരിമാരും അല്ലെങ്കിൽ ക്ഷേത്ര ഭരിക്കുന്നവരും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും ഒന്നും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഈ ഭക്തജനങ്ങളുടെ പണം കൊണ്ടാണ്, അവരുടെ വഴിപാട് പണം കൊണ്ടാണ് ആ ക്ഷേത്രം നടന്നു പോകുന്നത്. ലക്ഷക്കണക്കിന് വഴിപാടുണ്ട്. ഇനി നിങ്ങൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ പായ നേരെയാക്കിയില്ലെങ്കിലും ഭക്തജനങ്ങളെ പിടിച്ച് ഉന്തുകയും തള്ളുകയും അവരെ മറിച്ചിടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ രീതി മാറ്റിവെക്കണം. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഭക്തജന സമൂഹം ശക്തമായി തന്നെ പ്രതികരിക്കും എന്നുള്ളതാണ് ആ ഒരു ലേഖനത്തിൽ പറയുന്നത്, ആ ഒരു കുറിപ്പിൽ ആ അനുഭവസ്ഥയായ സ്ത്രീ പറയുന്നത്. ആരെയും ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നവരെ, നിങ്ങൾക്ക് ഭക്തിയില്ലായിരിക്കാം, നിങ്ങൾ വെറും ദേവസ്വം ബോർഡിന്റെ സ്റ്റാഫ് ആയിരിക്കാം, നിങ്ങൾ CPM-ന്റെ പാർട്ടി മെമ്പർ ആയിരിക്കാം, നിങ്ങൾ അതിന്റെ യൂണിയൻ മെമ്പർ ആയിരിക്കാം, സ്ത്രീകളായാലും പുരുഷന്മാരായാലും, നിങ്ങൾക്ക് ദൈവമില്ലായിരിക്കാം, പാർട്ടിയിലായിരിക്കാം, നിങ്ങൾക്കത് വെറും തൊഴിൽ മാത്രമായിരിക്കാം. പക്ഷേ അവിടെ തൊഴാൻ വരുന്ന ആളുകൾക്ക് അങ്ങനെയല്ല. അവർ ഭയഭക്തി ബഹുമാനത്തോടെ ഭഗവാനെ കണ്ട് ഒരു നിമിഷം വണങ്ങാൻ വരുമ്പോൾ അവരെ പിടിച്ച് ഉന്തിത്തള്ളി മാറ്റുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ശക്തമായി തന്നെ ഇവിടുത്തെ ഭക്തജന സമൂഹം പ്രതികരിക്കണം. പ്രതികരിച്ചേ മതിയാകൂ, ആണായാലും പെണ്ണായാലും. ഇത് ഈ ലേഖനം എഴുതിയ ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്, ശക്തമായി തന്നെ എന്റെ ശരീരത്തിൽ തൊടരുത് എന്ന് ആവർത്തിച്ചു, പലവട്ടം ആവർത്തിച്ചു. തൊട്ടാൽ എന്താ എന്നാണ് ആ സ്ത്രീ തിരിച്ചു ചോദിച്ചത്, ദേവസ്വം ബോർഡ് സ്റ്റാഫ് തിരിച്ചു ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നല്ല അടികെട്ടേണ്ട രീതിയിലുള്ള പ്രതികരണമാണ് ചെയ്യുന്നത്. ഇവരെയൊക്കെ നല്ല മുക്കാലി കെട്ടി അടിക്കണം. ഒരുത്തൻ തൊഴാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി തൊഴാൻ വരുമ്പോൾ അവരെ പിടിച്ച് തള്ളുകയും ഭഗവാന്റെ മുന്നിൽ നിന്ന് ശക്തിയായിട്ട് ഉന്തി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഈ പരിപാടി ഇനി ആവർത്തിച്ചാൽ ശക്തമായി തന്നെ ഇവിടുത്തെ ഭക്തജന സമൂഹം പ്രതികരിക്കും. പ്രതികരിക്കാതിരിക്കരുത്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.